ഹലോ. നമ്മുടെ മാരുതി സവാരിക്കും കച്ചവട ആവശ്യങ്ങൾക്ക് സാധനം കൊണ്ടുപോകാനുള്ളൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, ഈക്കോ. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. കച്ചവടക്കാർക്ക് അതാത് സ്ഥലങ്ങളിൽ സാധനങ്ങൾ എത്തിക്കുവാനും സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആൾക്കാരെ യഥേസ്ഥലത്ത് എത്തിക്കുവാനും ആയിട്ടും ഈക്കോ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഫാമിലി ആവശ്യങ്ങൾക്കായിട്ടും ഈക്കോ പർച്ചേസ് ചെയ്യുന്നവർ ഉണ്ട്. ആദ്യമായി പറയുകയാണെങ്കിൽ ഈക്കോയുടെ ഹെഡ്ലൈറ്റിനെ പറ്റിയാണ്. ഈക്കോയുടെ ഹെഡ്ലൈറ്റ് ഹാലജൻ ഹെഡ്ലാമ്പാണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഈ വാഹനം നമുക്ക് ടാക്സി പർപ്പസിനായിട്ട് ടൂർ വി എന്നൊരു മോഡൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈക്കോ എന്നുള്ള മോഡലിലാണ്. ഇത് പ്രൈവറ്റ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. ടൂർ വി ആണ് നമുക്ക് ടാക്സി പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. അതും കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ഒരു വാൻ ടൈപ്പ് മോഡലായതിനാൽ ഈ വാഹനത്തിൽ വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഉദാഹരണം ഇൻഫോർമേഷൻ സിസ്റ്റം, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ തുടങ്ങിയ പോലെ. ഈക്കോയുടെ ഓഡോമീറ്റർ നമ്മൾ എക്സ്പ്രസ്സോയിലൊക്കെ കാണും പോലത്തെ ഡിജിറ്റൽ ഓഡോമീറ്ററാണ്. അതുപോലെ തന്നെ ഈ ഈക്കോ 5 സീറ്റ് AC വണ്ടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈക്കോയ്ക്ക് നോൺ AC വണ്ടിയും വരുന്നുണ്ട്. പിന്നെ 6 സീറ്റ് വണ്ടിയും ഈക്കോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈക്കോയിൽ CNG വേരിയൻറ്റും വരുന്നുണ്ട്. ഈക്കോയുടെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ വണ്ടിയിൽ കിട്ടുന്നത് 19 കിലോമീറ്ററാണ് ലിറ്ററിന്. എന്നാൽ CNGയിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് 26 കിലോമീറ്റർ കിട്ടും. ഈ വണ്ടി എനിക്കിപ്പോൾ വർക്കിന് വേണ്ടി വന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ നമ്മൾ ഫുഡ് സ്റ്റെപ്പും കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ വാഹനത്തിൽ കയറുവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഫുഡ് സ്റ്റെപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനായാസമായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. ഇത് നമ്മൾ സീറ്റ് കവർ ചെയ്തതാണ്. ഈ വണ്ടി 5 സീറ്റ് വണ്ടിയാണ്. കൂടാതെ മറ്റ് വാഹനങ്ങളെ പോലെ ഈക്കോയ്ക്ക് 6 എയർ ബാഗാണ് നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് അല്ല, സാധാ സ്റ്റിയറിംഗ് ആണ്. ഈക്കോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 lakhs തൊട്ട് 8 lakhsനകത്തായിട്ടാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഈ വർക്കിനിടയിലാണ് ഈ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മ കുറവുകളുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവർ ദയവ് ചെയ്ത് ക്ഷമിക്കുക. പിന്നെ ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ അടിയിലായിട്ട് തന്നെ ഒരു 12 വാട്ട് മൊബൈൽ ചാർജറും കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് 2 സീറ്റിനടിയിലായിട്ടാണ് ഈക്കോയുടെ എഞ്ചിൻ ഇരിക്കുന്നത്. അത് പലർക്കും തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അതും 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ് ഈക്കോയ്ക്ക് കരുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ബോണറ്റ് പിടിക്കുമ്പോൾ നമുക്ക് കാണുന്നത് റേഡിയേറ്ററും പിന്നെ ജാക്കി മൗണ്ട് ചെയ്യാനുള്ള സ്ഥലവും ബ്രേക്കിൻ്റെ പൈപ്പുകളും പിന്നെ AC-യുടെ പൈപ്പുകളും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഞ്ചിൻ ഇരിക്കുന്നത് വണ്ടിയുടെ സെൻട്രലായിട്ടാണ് എഞ്ചിൻ ഇരിക്കുന്നത്. ഈ വണ്ടിക്ക് നമ്മൾ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് ഇൻബിൽറ്റ് ആയിട്ട് ഫോഗ് ലാമ്പ് വരില്ല, അല്ലാതെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ആക്സസറീസിനെ പറ്റി അറിയാനാണെങ്കിൽ എൻ്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടണും അമർത്തുക. കൂടാതെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യുക. ഈക്കോയെ പറ്റിയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലേക്ക് വരെയും സീ യു.